ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മാങ്ങ കൊണ്ടുവന്നില്ല. വീട്ടിൽ ഇതുപോലെ 2 മാവുണ്ട്, ഒരേ വെറൈറ്റി മാങ്ങ തന്നെ ഭയങ്കര വലിയ 2 മാവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മാങ്ങയായിരിക്കും, ഒരുപാട് മാങ്ങ, അത് ഭയങ്കര വലിയ 2 മാവാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമ്മർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മറ്റേ ജൂൺ പരിപാടി ആകുമ്പോഴത്തേക്കും 2 തവണ മാവ് പൂക്കും. 1-ാം പൂപ്പും 2-ാമത്തെ പൂപ്പും ഉണ്ട്. അപ്പോൾ 2-ാമത്തെ പൂക്കുമ്പോഴത്തേക്കും ഭയങ്കര മാങ്ങയായിരിക്കും. അപ്പോൾ ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മഴയും കൂടെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ പിന്നെ പറമ്പ് ഫുൾ മാങ്ങയായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വലിയ ചരുവത്തിനകത്തും നമുക്ക് വെക്കാൻ സ്ഥലമില്ല, അണ്ടാവിനകത്തും അതിനൊക്കെ. എന്നിട്ട് നമ്മൾ മറ്റേ മഴയും കാറ്റും മഴയും കളക്ഷൻ അന്ന് കളക്ഷൻ കൊട്ടു എമ്പുരാൻ കളക്ഷൻ പോലെ. പിറ്റേ ദിവസം എവിടെ നോക്കിയാലും നമുക്ക് വാരി നമ്മൾ അത്രയും ചിലപ്പോൾ പച്ച വരെ വീഴും, അതുപോലെ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത്രയും മാങ്ങയായിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ വാരി വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ നമ്മളിങ്ങനെ അച്ഛൻ പോകുമ്പോഴൊക്കെ പറയും മാങ്ങ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരും, നമ്മൾ കവറിലാക്കി എല്ലാവർക്കും കൊടുത്തില്ല. അല്ലെ നമുക്ക് കഴിച്ചു തീർക്കാനും പറ്റത്തില്ല, അത്രയും മാങ്ങ. നമ്മളെന്നിട്ട് നമ്മൾ കുട്ടനാട് വീട്ടിൽ വെള്ളം കയറുമല്ലോ. അപ്പോൾ എൻ്റെ ഏറ്റവും നല്ല മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ വെക്കേഷൻ സമയത്ത്, അത് വെക്കേഷൻ കഴിയുമ്പം ഈ വെള്ളം കയറിയിട്ട് അവധി കിട്ടും. അപ്പൊ പിന്നെയും തുടങ്ങി 2 ആഴ്ച എല്ലാം കഴിഞ്ഞ് സേഫ് ആയിട്ട് 2 ആഴ്ച ക്ലാസ്, അത് കഴിഞ്ഞാൽ പിന്നെ അവധി കിട്ടും, സെറ്റാണ്. അപ്പൊ പിന്നെ നമ്മളൊന്ന് എല്ലാവരെയും പോയി കണ്ടു ഒന്നിതായി പിന്നെ തിരിച്ചു വരുവാണല്ലോ. പിന്നെ ഇതൊരു 5-6 ദിവസത്തേക്ക് അവധി കിട്ടും വെള്ളം കയറി കിടക്കുമ്പോൾ. അപ്പൊ നമ്മുടെ വീടും പറമ്പും ഫുൾ വെള്ളത്തിലായിരിക്കും. അപ്പൊ നമ്മുടെ ചെമ്പുണ്ട്, നമുക്ക് കൃഷി ഉള്ളതുകൊണ്ട് നെല്ല് പുഴുങ്ങുന്ന വലിയ ചെമ്പുണ്ട്. അപ്പോൾ മറ്റേ വീശമാധവൻ്റെ അകത്ത് ഒരു പാട്ട് ദിലീപും അതുപോലെ അച്ഛനും ഈ മാങ്ങ വീർക്കാൻ പോകുമ്പോൾ ചെമ്പെടുത്ത് നമ്മൾ മുറ്റത്തിട്ടിട്ട് വെള്ളമുള്ള ചുറ്റും. അപ്പൊ ചെമ്പയിലാണ് പിന്നെ കണക്കുന്നത്. ഇതിന് ചെമ്പ തൊഴിഞ്ഞു പോയിട്ട് മാങ്ങ വീർക്കും. അടിപൊളി. അങ്ങനെ പാട്ട് പാടുമ്പോഴാണ് ഈ ചെമ്പൈ വൈദ്യനാഥ് സ്വാഗതം മാറുന്നു. ഞാൻ പറഞ്ഞ അത് പക്ഷെ നല്ലൊരു മെമ്മറി ആയിരുന്നു. അച്ഛൻ വെള്ളത്തിൽ കൂടെ നടക്കും, എന്നിട്ട് നമ്മളെ ചെമ്പിനകത്ത് കാണത്തോ എന്തായാലും. അച്ഛന്റെ പക്ഷെ ചെമ്പ് പൊങ്ങി കിടക്കും. പൊങ്ങി കിടക്കും. വെള്ളം കുറച്ചുണ്ടെങ്കിൽ മതി. നമ്മുടെ വീട്ടിലെ സത്യം പറഞ്ഞാൽ അച്ഛന്റെ തുടവരെയൊക്കെ വെള്ളം കയറാറുണ്ട്, അത്രയും ഹൈറ്റിലൊക്കെ വെള്ളം വരും. ഞാൻ നീന്തുകയൊക്കെ ചെയ്യായിരുന്നു മുറ്റത്ത്, അത്രയും വെള്ളമൊക്കെ വന്നിട്ടുണ്ട്.